അടിപൊളി സൂപ്പറാണ്. ജിത്യോസഫിന്റെ സെക്ഷൻ ആണല്ലേ ഇവിടെ ആദ്യത്തെ പടമാണെങ്കിൽ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഷൈനിക സൂപ്പർ ത്രില്ലിംഗ് ഒക്കെ ആയിരുന്നു. അടിപൊളി പടം. ഈ പടം സൂപ്പർ ഹിറ്റാണ്, യാതൊരു സംശയവും. വളരെ നല്ലൊരു ത്രില്ലിംഗ് സിനിമയാണ്. അതിൻ്റെ സസ്പെൻസ് അവസാനം ഒരുക്കിയിട്ട് ഗംഭീര സിനിമ. ഈ ഷൈനികം പോലീസായിട്ട് ചെയ്യുന്ന റോളാണ്. അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തു, വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തു. നല്ല സിനിമ. താങ്ക് യു. ത്രില്ലിംഗ് ആയിരുന്നു സിനിമ. സൂപ്പർ. ഷെയിൻ്റെ അടിപൊളി വഴി തരണേ അടിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് എടുക്കാം. ഈ ജിത്തു ജോസഫ് സാറിന്റെ ലെവൽ ക്രോസ് ചെയ്തപ്പോൾ മാർട്ടിൻ ഉണ്ടായിരുന്നു ഡയറക്ടറായിട്ട്. സോ വെരി വെരി ഹാപ്പി ഫോർ ഹിം. നന്നായി ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. എല്ലാവരുടെയും പെർഫോമൻസ് നല്ലതാണ്. ഗുഡ് ഫിലിം. അങ്ങനെ എനിക്ക് പറയാൻ അറിയില്ല. നല്ല സൂപ്പർ പടമാണ്. നല്ല രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സ്റ്റോറി. അടിപൊളിയാണ്. ഷൈനിക എല്ലാവരും നന്നായിട്ടുണ്ട്. ഷൈനിക, നമ്മുടെ ഷോബി ചേട്ടൻ, അങ്ങനെ അവരെല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാ ആക്ടേഴ്സും നല്ലതാണ്. ഉഗ്രൻ ക്ലൈമാക്സ്, ഒന്നും പറയാം. അടിപൊളി. ശിഷ്യൻ ജിത്തു സാറിൻ്റെ പേര് കാത്തു. അതാണ് ഈ സിനിമയെ കുറിച്ചുള്ള നല്ല പടം. നല്ല കിടുക്കം പടം. തൂക്കി പടം തൂക്കി. ചേട്ടൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു എക്സ്പീരിയൻസ് കാണാനാണ്. അതാ ഞാൻ പറഞ്ഞത്, ടോട്ടലി പടം വളരെ നല്ല ത്രില്ലറാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം കൊണ്ടും നല്ലൊരു സിനിമ. എനിക്ക് ഈ സിനിമയ്ക്ക് ടോട്ടലി പറയാനുള്ളത് ജിത്തു സാറിൻ്റെ പേര് കാത്ത ശിഷ്യൻ. ഓക്കെ. നല്ല സൂപ്പർ പടമാണ്. നല്ല വിജയവും. ഷൈനികത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ നന്നായിട്ട് നല്ല പ്രകടനമായിരുന്നു. അതുപോലെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു വലിയ വിജയവും എന്നുള്ള കാര്യം ഒരുപാട് സന്തോഷം തോന്നി. നന്നായിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയെല്ലാം പ്രേക്ഷകരുടെ ഇരിക്കുക നന്നായിട്ടുണ്ട്. ഞാനത് നേരത്തെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിരുന്നു. ഭയങ്കര ചേഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ഇതിനുള്ള ക്യാരക്ടർ. വളരെയധികം ചേഞ്ചാണ്. നമ്മളെ തന്നെ ഒരു സ്നേഹിപ്പിച്ച പെർഫോമൻസാണ്. തീർച്ചയായിട്ടും അങ്ങനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പോലീസ് സ്റ്റോറി ആയതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയിലേക്ക് എൻ്റർ ആയത്. കാരണം ഞാൻ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തു. അതിൽ നിന്ന് പോലീസ് വേഷം ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഈ പ്രത്യേക എലമെൻ്റ് കൊണ്ട് മാത്രമാണ് ഈ സിനിമയുടെ ഭാഗം. അതുപോലെ തന്നെ ജിത്തു സാറിൻ്റെ ഒരു തീർച്ചയായിട്ടും ജിത്തു സാറാണ് ഈ സിനിമയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് വളരെ വിശ്വസിച്ച് നമുക്ക് വളരെ ശക്തമായിട്ട് ഇത് ചെയ്യാമെന്ന് തീരുമാനമെടുത്തത്. അതുകൊണ്ടാണ് നന്നായിട്ട് വന്നിട്ടുണ്ട്. മാർട്ടിൻ്റെ പെർഫോമൻസ്, അതായത് മാർട്ടിൻ്റെ ആ കഥ പറയുന്ന രീതി വളരെ നന്നായിട്ടുണ്ട്. നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അയ്യോ, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ഓക്കെ, താങ്ക് യു. സൂപ്പർ സിനിമ. അല്ല, ഞാനൊരു മര്യാദക്കാരൻ പോലീസുകാരനുള്ളത് ആകെ ഇതേ ഉള്ളൂ. അദ്ദേഹത്തിനെ കൂട്ടിയെന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാനൊരു നല്ല സൽഗുണസമ്പന്നനായ ഷൈനികം എല്ലാവരും ഗംഭീരം. ഞാൻ ഉൾപ്പെടെ ഗംഭീരം. ഇങ്ങനത്തെ ഞാൻ പോലും ഗംഭീരമായിരിക്കും. സന്തോഷം, ഒരുപാട് സന്തോഷം. നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് സന്തോഷം. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു എങ്ങനെയുണ്ട്? എന്തായാലും എല്ലാവരോടും പറയാം. ഇനിയിപ്പോൾ പ്രേക്ഷകരാണ് അഭിപ്രായം പറയുന്നത്. ഒരുപാട് സന്തോഷം. വലിയൊരു പ്രൊഡക്ഷൻ്റെ ബാനറിൽ മാർട്ടിൻ്റെ ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നത്. എല്ലാവരും സിനിമ കാണുക, വിജയിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ സിനിമ കണ്ടപ്പോൾ?
ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ സ്ക്രീനിൽ കാണാൻ പറ്റും. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അടിപൊളി പടമാണ്. നല്ലൊരു പടത്തിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. എല്ലാവരും കാണുക. ആർക്കും ഒരു വേസ്റ്റ് ആവില്ല നിങ്ങളുടെ ടൈം. നല്ലൊരു മൂവിയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ് സെക്കൻഡ് ഹാഫിൽ. എല്ലാവരും കാണും. ഞാനതിൽ ഫസ്റ്റ് ഹാഫിലൊരു ഫോറൻസിക് ഓഫീസറായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. നല്ല മൂവി. മാത്യു സണ്ണത്തിൻ്റെ ഫസ്റ്റ് പടമാണ്. ഭയങ്കരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്തൊരു ഡിസ്റ്റാണ്. അതെ അതെ, അടിപൊളി മൂവിയാണ്. എല്ലാവരും കാണും. അടിപൊളി മൂവിയാണ്. നല്ല ട്വിസ്റ്റ് അടിപൊളിയാണ്. എല്ലാവരും കാണും. നല്ല റെസ്പോൺസാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണുക. ഭയങ്കര സന്തോഷം. സിനിമയുടെ എക്സൈറ്റ്മെൻറ്റിലാണ്. നല്ല സിനിമയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കുക. ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. പോലീസ് സ്റ്റോറി എടുത്തതിന് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണല്ലോ എടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ ജോണർ എന്ന് പറയുമ്പോൾ വേറെ സ്റ്റൈലിലാണ് പടം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഉള്ളിൽ പോലീസിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ കേസിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. അതിൻ്റെ സമാന്തരമായിട്ട് തന്നെ വേറെ സന്തോഷം കാണിക്കുന്നു. അങ്ങനെ ഒരു ജോണർ തിരിച്ചെടുക്കാനുള്ള കാരണം പടം കാണുന്നത് എന്തായാലും വളരെയധികം ആൾക്കാർ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ്. എൻ്റെ ഫാമിലി എല്ലാം വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. കൂടെ വർക്ക് ചെയ്ത് ക്രൂസ് അവിടെ എല്ലാം ഓട്ടോമാറ്റിക്കലി അങ്ങനെയല്ലേ പറയുള്ളൂ. പക്ഷേങ്കിലും പടത്തിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴേക്കും ഒരു കൈയടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിലുള്ള സന്തോഷം. എന്തായിട്ടാണ് ശരിക്കും ഞാൻ പോലീസാണ്. ASIയുടെ ക്യാരക്ടറാണ്. സൈനികം ഇതുള്ള ക്യാരക്ടറാണ്. നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുള്ള സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തോ ഉണ്ട്. എങ്ങനെ ആൾക്കാർ നോക്കാം. നമുക്ക് എങ്ങനെ വരും. വൈകുന്നേരം വരും. വൈകുന്നേരം കാണാം. എടുത്തോ? ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അല്ലേ? ഇവരോട് പറയാനുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.